ഉച്ച സമയത്ത് ഞാൻ സാധാരണ ഉറങ്ങാറില്ല കേട്ടോ. ഇന്ന് മോള് ഐറൂസിനെ ഉറക്കാൻ കൊണ്ടുപോയ സമയത്ത് ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ അറിയാതെ അങ്ങോട്ട് ഉറങ്ങിപ്പോയി. അപ്പൊ തന്നെ ഇതുമ്മും വന്നു. ഇതുമ്മൂനെ സൗണ്ട് കേട്ടാൽ പിന്നെ ഏത് ഉറക്കത്തിലും ഐറൂസ് അങ്ങോട്ട് എഴുന്നേറ്റ് ഓടി വരും. രണ്ടും കൂടി ഇതാ കളി സ്റ്റാർട്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഞാനും മോളും ആണെങ്കിൽ എഴുന്നേറ്റ് വന്നിട്ട് ഉറക്കം റെഡി ആവാത്തതിന്റെ ഒരു മന്ദപ്പിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഉറങ്ങിയതുകൊണ്ട് തന്നെ ഇതായി ഇടയ്ക്ക് പുറക്കലൊന്നും കഴിഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ ഇതായി എടുത്തു വെച്ച് ഇവിടേക്ക് ഒന്ന് ക്ലീൻ ചെയ്യലൊക്കെ ഐറൂസ് ഉറങ്ങുമ്പോഴാട്ടോ. ഏതായാലും ഞാൻ ആ മന്ദപ്പിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എമ്മയും തുത്തൊക്കെ വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അവരോട് സംസാരിച്ചിരുന്ന ഏതായാലും ആ മന്ദപ്പ് അങ്ങോട്ട് മാറി കിട്ടിട്ടോ. ഇപ്പൊ വൈകുന്നേരം ചായ കുടിക്കാൻ പറ്റാത്തതുകൊണ്ടും ആ ഒരു മന്ദപ്പ് റെഡി ആവണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും. ഞാനും മോളതാരി കുടിക്കുന്ന ഒരു വാട്ടർ ബോട്ടിലൊക്കെ വാങ്ങിയതുകൊണ്ട് അതും കുടിച്ച് അങ്ങനെ ഇരുന്ന് സമാധാനിച്ചു. പിന്നെ ഒന്ന് റെഡി ആയപ്പോൾ നേരെ കിച്ചണിലേക്ക് വന്നു. ഐറൂസിന് ഒരു കുപ്പി പാലൊക്കെ ഉണ്ടാക്കി കൊടുത്തു. പിന്നെ ഇതും സ്കൂളിട്ട് വന്നതല്ലേ, അവൾക്കൊരു കപ്പ് ചായ ഒക്കെ കൊടുക്കാതെ കരുതി വന്നു. അങ്ങനെ ക്യാമറ കാണും. പിന്നെ ഐറൂസിന് ഒരു ഇളക്കാണ് കേട്ടോ, നിങ്ങൾ കാണുന്നുണ്ടാവില്ലേ. പാലൊക്കെ കുടിച്ച് അവരിതാ കളി സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. ഇതും മൂന്ന് സ്നാക്സ് ആയിട്ട് ഉള്ളിവടയൊക്കെ വാങ്ങിയത് നമ്മളുടെ ഡാറ്റ ആയതുകൊണ്ട് അതൊന്നും കാണാത്ത മട്ടിൽ ഇങ്ങനെ ഇരുന്നു. അതിനുശേഷം രണ്ടെണ്ണത്തിനെയൊന്ന് ഉരച്ച് കുളിപ്പിച്ചെടുത്തിട്ട് ഐറൂസിനെ ഞാൻ രാവിലെ കുളിപ്പിക്കാൻ നിൽക്കുന്നു. അപ്പോഴാണ് അവൻ്റെ ഉപ്പച്ചി ടൂറൊക്കെ കഴിഞ്ഞ് വന്നത്. അപ്പോൾ അതുകൊണ്ട് കുളിപ്പിക്കാൻ പറ്റിയില്ല. ഇവനാണെങ്കിൽ കുറച്ച് ദിവസമായി ശരിക്കും ഒന്ന് കുളിച്ചിട്ട് പനിയും കഫക്കെട്ടും അങ്ങോട്ട് മാറാത്തതുകൊണ്ട് തല നനച്ചുകൊണ്ട് കുളിപ്പിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് എണ്ണയൊക്കെ തേച്ച് ചുടുവെള്ളമൊക്കെ ഉണ്ടാക്കി സുന്ദര കുട്ടപ്പനാക്കി എടുത്തിട്ട് രണ്ടാൾക്ക് ഫുഡ് കൊടുത്തിട്ടോ. ഇതുമോന് പിന്നെ ട്യൂഷൻ ഉള്ളതുകൊണ്ട് അവൾ ഫുഡ് കഴിച്ചിട്ടാണ് പോവുക. 6 മണിക്ക് ഫുഡ് കഴിച്ചിട്ട് ഇപ്പോൾ ഞാൻ രാത്രി അങ്ങനെ ഫുഡ് കൊടുക്കാറില്ല. അവളും വെയിറ്റ് കൂടി ഇങ്ങനെ വരില്ലേ. അങ്ങനെ ഇതുമ്മോ ട്യൂഷന് പോകാൻ ഇറങ്ങിയപ്പോൾ ചെറിയൊരു ചാറ്റൽ മഴ, അപ്പോൾ കുടയൊക്കെ കൊണ്ട് പോയിട്ടുണ്ട്. പിന്നെ അതിനുശേഷം ഞാൻ നേരെ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നു. ഇന്നിപ്പോൾ ഞാൻ വർക്കൗട്ട് സ്റ്റാർട്ട് ആക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഒരു ക്ഷീണം കാര്യമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് വന്നപ്പോൾ മുതലേ ഐറൂസിന് ഭയങ്കര ഉറക്കം. കാരണം കുറേ ദിവസമായിട്ട് കുളിച്ചതുകൊണ്ട് എന്താ അറിയില്ല, തല അങ്ങോട്ട് തണുത്തതുകൊണ്ടോ അവന് നല്ല ഉറക്കം. അതുകൊണ്ട് നേരത്തെ അവനൊരു 10 മണിക്കുള്ളിൽ തന്നെ ഉറങ്ങി. പിന്നെ അതിനുശേഷം ഞാൻ എൻ്റെ പണികളിലേക്കൊക്കെ നിന്നു കേട്ടോ. ഉച്ചയ്ക്ക് ഇതൊന്നും എടുത്ത് വെക്കുക, ക്ലീൻ ചെയ്യുക ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് അടുക്കി പെറുക്കി വെച്ചു, ഒന്ന് അടിച്ചു വാരി ചെറുതായിട്ടൊന്ന് നനച്ച് തുടച്ചു. പിന്നെ കിച്ചണിൽ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതിന് മാത്രമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെച്ച് പിന്നെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ വൈറ്റ് ടൈൽസ് ആയതുകൊണ്ട് തന്നെ അതൊക്കെ ഒന്ന് തുടച്ച് വെക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് വെച്ചു. ഇതൊക്കെ ഉച്ചയ്ക്ക് ഞാൻ മടക്കി വെച്ച തുണികളായിരുന്നു. ഐറൂസ് വന്ന് ഒക്കെ വലിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെയും മടക്കി വെക്കേണ്ടി വന്നു. അപ്പോൾ ഞാൻ അത് മടക്കി വെക്കുന്ന സമയത്ത് മോള് വന്ന് പറഞ്ഞത് അവരിന്ന് പോവുകയാണ് അത്ര, മോളൊരു ഹസ്ബൻഡ് വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് എന്തോരം ചെറിയൊരു സങ്കടം വന്നു. അപ്പോൾ ഒരു 12 മണിയായിട്ടുണ്ട് കേട്ടോ തിരിച്ചു പോയപ്പോൾ. ആ ഒരു നട്ടപ്പതിരൊക്കെ ആയതുകൊണ്ട് മോള് 8 ഡ്രസ്സ് മേലെ എന്നതാ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വിടത്തുള്ളൂ.